നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇഗ്നുവിൻ്റെ കൊച്ചി കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് BPSC 144-ൻ്റെ യൂണിറ്റ്സ് 7ഉം 8ഉമാണ്. അതായത് മനുഷ്യരാശിയുടെ ഡെവലപ്മെൻറ്റും സൗത്ത് ഏഷ്യയിലെ പറ്റിയാണ് നമ്മൾ ഇന്ന് പരാമർശിക്കാൻ പോകുന്നത്. 2 യൂണിറ്റ്സാണ് ഇന്ന് കവർ ചെയ്യുക. അതായത് ഒരു മനുഷ്യരാശിയുടെ ഡെവലപ്മെൻറ്റിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പവർഫുൾ ആയിട്ടും എന്തൊക്കെ മീനിങ്, നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്. മീനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ റീജിയണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ സ്ഥലം അനുസരിച്ചിട്ട് ആ ഇംബാലൻസ്, സൗത്ത് ഏഷ്യയിൽ ഒരു എക്കണോമിക്കലായിട്ട് ധനപരമായ ഗ്രോത്ത് ഉണ്ടോ, അത് എങ്ങനെയാണ് ഓരോ സ്റ്റേറ്റിലും അഡ്വാൻസ് ആയിട്ടാണോ അല്ലെ ഈക്വൽ ആയിട്ടാണോ, വെസ്റ്റേൺ മോഡേണൈസേഷനും അല്ലെങ്കിൽ വെസ്റ്റ് കൺട്രികളിൽ യൂറോപ്യൻ കൺട്രികളുടെ ഉണ്ടായിരുന്ന അത്രത്തോളം എക്കണോമിക് അല്ലെങ്കിൽ നമ്മൾ പറയാം ഈ ധനപരമായ ഗ്രോത്ത് ഉണ്ടായിരുന്നോ, ഉണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈക്വലൈസ് ചെയ്ത് പോകാൻ പറ്റുമോ മോഡേണൈസേഷൻ ആയിട്ട്, അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രിയിൽ യൂറോപ്പുമായിട്ട് നമുക്ക് ഈക്വൽ ആയിട്ട് പോയിട്ടുണ്ടോ. സൗത്ത് ഏഷ്യയാണ്. അപ്പോൾ ഭൂഖണ്ഡത്തിൽ നോക്കുമ്പോൾ സൗത്ത് ഏഷ്യയുടെ സൈഡിലുള്ള കൺട്രികളെ പറ്റിയാണ് നമ്മൾ പരാമർശിക്കുന്നത്. അതും യൂറോപ്പുമായിട്ട് കമ്പാരിസൺ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റും. ഇതിന് നമ്മൾ ഒരു താരതമ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 1950 മുതൽ 1970 വരെയുള്ള മോഡൽസിനെയാണ് നമ്മൾ പ്രോസസ് ചെയ്ത് നോക്കുന്നത്. അതായത് താരതമ്യപ്പെടുത്തി വച്ചിട്ടുള്ളത് 50 മുതൽ 1950 മുതൽ 70 വരെ. അപ്പോൾ 20 കൊല്ലം, ഈ 20 കൊല്ലം കൊണ്ട് എത്രത്തോളം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒരു ലാംഗ്വേജിൽ അല്ലെങ്കിൽ ലിറ്ററേച്ചർ വിധത്തിൽ ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് പോസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം ഇത് ഇൻഇക്വാളിറ്റീസ്, അതായത് സമമല്ലാത്ത വിധത്തിൽ കൾച്ചറ് ലോക്കലായിട്ടുള്ള ഓരോ സ്ഥലത്തുള്ള അതിൻ്റെ കൾച്ചറ്, അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ അവരുടെ ദരിദ്രത, ഇതൊക്കെ നോക്കുമ്പോൾ ഓരോ ഗവൺമെന്റിന്റെ ഗ്രോത്ത് എൻവയറമെന്റിനെ അനുസരിച്ചിട്ടാണ് ഗവൺമെന്റിന്റെ ഗ്രോത്ത് വരിക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഹ്യൂമൻ റൈറ്റ്സും ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഹ്യൂമൻ റൈറ്റ്സിന് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കുമുള്ള അവരുടെ റൈറ്റ്സിനെ പരിപാലിച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം സ്വന്തം രാജ്യം മുന്നിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ലോ ആയിട്ട് ഗ്രോത്ത് 20 വർഷം എടുത്തിരിക്കുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ 20 വർഷം കൊണ്ട് നമ്മൾ എത്ര ഇംപ്രൂവ്മെന്റ് ഉണ്ടായി അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടായി എന്നുള്ളതൊരു കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റിൽ പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കുന്നത് ഒരു മനുഷ്യരാശിയുടെ അവരുടെ ചോയ്സ് എന്താ. ഡെഫിനേഷനിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ചോയ്സ് കിട്ടിയിട്ടുണ്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഡെവലപ്മെന്റ് ഇൻ ദ സ്റ്റേജിൽ അല്ലെങ്കിൽ പുരോഗമനം എന്ന് പറയാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഉണ്ടായിരിക്കണം, കൂടാണ്ട് പഠിച്ചിരിക്കണം. പഠനം ആദ്യകാലങ്ങളിലൊന്നും പഠനം വലിയ കാര്യമായിട്ട് നടന്നിട്ടില്ല. പിന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലിവിങ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഒരു ഡീസൻ്റ് ആയിട്ട് മനുഷ്യരാശി ജീവിച്ചിട്ടുണ്ടോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് HDR 1990 ഇതിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുക. എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഉണ്ടായിരുന്നു, എത്രത്തോളം പഠിപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്, എത്രത്തോളം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോയി എന്നുള്ളതൊക്കെയാണ് ഇതിൽ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ വലിയ കാര്യങ്ങൾ, അതായത് കോർ ഇമ്പോർട്ടൻറ്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വന്നിട്ടുള്ളത് ഓരോ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓരോ ടൈം മാറി മാറി വരുമ്പോൾ അതനുസരിച്ച് ആ ഗ്രോത്ത് വരുന്നുണ്ടോ, ഡെഫിനിഷൻസ് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ പരിണാമങ്ങളാണ് വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം, അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അവരുടെ ഒരു നേതൃത്വത്തിൽ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് വന്നിട്ടുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് പീപ്പിൾസ് ചോയ്സ് അല്ലെങ്കിൽ
അവനവൻ്റെ ആ രാജ്യത്തിലുള്ള ആൾക്കാരുടെ ഇഷ്ടപ്രകാരം ചോയ്സ് പ്രകാരം വന്നോ? പിന്നെ ഈ ഡെവലപ്മെന്റിനെ തന്നെ നമ്മൾ പറയുന്നത് ഇവിടെ ഡെമോക്രസിയാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഡെമോക്രസിയാണ്. ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിന്റെ പ്രാക്ടീസ് വരുന്നുണ്ടോ എന്നാണ് വരിക. അപ്പൊ പ്രോഗ്രസ് ആയാലേ ഈ ജനാധിപത്യത്തിന്റെ പ്രാക്ടീസ് വരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു രാജ്യം രാജാവിന്റെ മൊണാർക്കിയിലോ അല്ലെങ്കിൽ രാജഭരണം നടന്നുകൊണ്ടിരുന്നാൽ ഇത് വരാൻ പറ്റില്ല. മിലിറ്ററി ഭരണം നടന്നുകൊണ്ടിരുന്നാൽ ഈ പോയിന്റ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടു വേണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാനായിട്ട്. പിന്നത്തെ വന്നത് എന്തിനാണ് ഈ ഡെവലപ്മെന്റ്? എംപവർ ചെയ്യണം, ആൾക്കാരെ എംപവർ ചെയ്യണം. എല്ലാ ജനതയെയും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷൻ ചെയ്യുക. അതായത് എല്ലാ മനുഷ്യരാശിയിലുള്ള അത് ഇറസ്പെക്റ്റീവ് ഏത് ജാതിയിലുള്ളവരായാലും ശരി, അവർക്ക് വോട്ടവകാശം കൊടുത്ത് ഗവൺമെന്റിന്റെ പ്രോസസ്സിൽ അംഗമാകാൻ അല്ലെങ്കിൽ ഭാഗമാകാൻ അതിനുള്ള ഒരു ചാൻസ് കിട്ടണം. അതാണ് എംപവർമെന്റിന്റെ ഉദ്ദേശം. ഇനി അടുത്തതായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് വരുന്നത് മുഴുവനും എത്രത്തോളം നമ്മൾ 2000-ൽ എത്രത്തോളം ഈ യുണൈറ്റഡ് നേഷൻസിന്റെ പ്രോഗ്രാമിന്റെ കലർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ മനുഷ്യരാശിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ ബെറ്റർമെന്റ് എന്ന് പറയാം. അതിന് എത്രത്തോളം അവർക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഏത് വിധത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. ഇപ്പൊ നമ്മൾ മിലിറ്ററി ഗവൺമെന്റിന്റെ റൂളിലാണെന്നുണ്ടെങ്കിൽ, മിലിറ്ററി ഹെഡാണ് നമ്മളെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല. അവരുടെ പറയുന്ന നിയമം, പറയുന്ന ലോ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് തന്നെ പോണം. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ റൂളർ അല്ലെങ്കിൽ ആ മിലിറ്ററി ഹെഡ് അല്ലെങ്കിൽ ആ മതപരമായ വിശ്വാസം കൊണ്ട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പെൺകുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാനോ അല്ലെങ്കിൽ കോളേജ് എഡ്യൂക്കേഷന്റെ ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഈ നേരത്തെ പറഞ്ഞ മതി ജനാധിപത്യത്തിന്റെ പ്രാക്ടീസ് വരുന്നില്ല. കാരണം അവിടെ റൂൾ എന്ത് പറയുന്നോ ബ്ലൈൻഡ് ലോ ആണ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ എത്രത്തോളം മനുഷ്യന് ചോയ്സ് എടുക്കാനും അവനവന്റെ ഇഷ്ടത്തിനെ പ്രാബല്യത്തിൽ വരുത്തിക്കാൻ ഏത് ഗവൺമെന്റ് ആണോ നിങ്ങളെ സഹായിക്കുന്നത്, അതിലാണ് ആ രാജ്യത്തിന്റെ പുരോഗതിയെ നമ്മൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ റിയലൈസ് ചെയ്ത് വരുമ്പോഴാണ് ഇതിനെപ്പറ്റി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വളരെ വാല്യുബിൾ ആയിട്ടുള്ള പോളിസികളും പ്രോഗ്രാംസും കൊണ്ടുവന്നത്. ഇനി ഇതിന്റെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗവൺമെന്റിനെ പറ്റിയുള്ള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ഉദ്ദേശം അല്ലെങ്കിൽ മനുഷ്യൻ എത്രത്തോളം മുന്നിലേക്ക് പോയി. ഇവിടെ നമ്മൾ 2 എക്കണോമിസ്റ്റിനെ പരാമർശിക്കുന്നു. ഒന്ന് പാകിസ്ഥാനി എക്കണോമിസ്റ്റ് മഹബുൽ ഹക്കും ഇന്ത്യൻ എക്കണോമിസ്റ്റായ അമർത്യ സെൻ. അമർത്യ സെൻ നോബലിസ്റ്റ് ആണ്. നമ്മുടെ എക്കണോമിസ്റ്റ് ആയിരുന്നെങ്കിൽ കൂടിയും അങ്ങയുടെ അഭിപ്രായങ്ങൾ വളരെ കാര്യമായിട്ട് വേൾഡിൽ എടുത്തിട്ടുണ്ട്. ഇവര് 2 പേരും, അമർത്യ സെന്നും മഹബുൽ ഹക്കും, എന്തിനെ പറ്റിയാണോ പരാമർശിച്ചത്, ഫോഴ്സ് ചെയ്തിരുന്നത്, അവർ പറഞ്ഞത് മുഴുവനും ധനപരമായും സോഷ്യലായും പൊളിറ്റിക്കലായും ഇവർക്ക് സൗത്ത് ഏഷ്യയില് ഒരു ഷേപ്പിംഗ് വന്നിരിക്കണം. അപ്പോഴേ ഈ രാജ്യത്തിലേക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവര് 2 എക്കണോമിസ്റ്റും 2 ധനകാര്യ റിസർച്ചേഴ്സ് എന്ന് പറയാം, ഇവർക്ക് അത്രത്തോളം ഇതിനെപ്പറ്റി ഒരു സംതൃപ്തി ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഈ സൗത്ത് ഏഷ്യയിൽ കൂടുതൽ ഓർത്തഡോക്സ് ഡെവലപ്മെന്റ്, റിലീജിയനും റിലീജിയസ് വ്യൂസും കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകുന്നത് കൊണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ഗ്രോത്തിന് അത് എഫക്റ്റ് ആവും. എക്കണോമിക് ഗ്രോത്തിന്, അതായത് ധനപരമായ ഗ്രോത്തിന്, രാജ്യത്തിന്റെ ധനപരമായ ഗ്രോത്തിന് അത് എഫക്റ്റ് ആവും. അതുകൊണ്ടാണ് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ടിരുന്നത്. ഇനി ഈ സെന്നിന്റെ പോളിസി അല്ലെങ്കിൽ അമിത്യ സെൻ പറഞ്ഞതിന് ഒരു അപ്രോച്ച് ഉണ്ട്. ആ അപ്രോച്ചിന്റെ പേര് കേപ്പബിലിറ്റി അപ്രോച്ച് എന്നാണ്.
കേപ്പബിലിറ്റി അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൺസെപ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യരാശിയുടെ ബെറ്റർമെന്റ് എത്രത്തോളം കണ്ടുപിടിക്കാം. അതിന് 2 ഫണ്ടമെന്റൽ ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ട്. ഈ 2 ഫണ്ടമെന്റൽ ചേഞ്ചസിൽ എന്താന്ന് വെച്ചാൽ, ആദ്യത്തെ ഫണ്ടമെന്റൽ ചേഞ്ച് വരുന്നത് ഒരാള് അവരുടെ സ്വന്തമായിട്ടൊരു അനലൈസ് ചെയ്യണം. സ്വന്തമായിട്ടുള്ള ഒരു യൂണിറ്റിൽ അനലൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ധനപരമായി എത്രത്തോളം എനിക്ക് എന്ത് പ്രൊഡക്ടിവിറ്റി ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് പ്രോഗ്രസിന്റെ ഈ ഇതിനെ എത്രത്തോളം എനിക്ക് കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഫ്രീഡമായിട്ട് എൻ്റെ ഫ്രീഡം കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത്രത്തോളം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തത് ഹ്യൂമൻ സെൻട്രിക്, മനുഷ്യരാശിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ചെയ്യണം. ഇവര് രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഹ്യൂമൻ സെൻട്രിക്. മനുഷ്യരാശിക്കാണ് ആദ്യം ഇംപ്രൂവ്മെന്റ് വരേണ്ടത്, അതിനാണ് ഇവിടെ ഊന്നു കൊടുക്കുന്നത്. ആദ്യത്തേത് ടു കൺഫ്രണ്ട് ആൻഡ് ഓവർകം പോവർട്ടി, നമ്മുടെ ദരിദ്ര നാരായണനായിട്ട് നടക്കാണ്ട് ജീവിക്കാൻ പറ്റുക. രണ്ടാമത് പഠിക്കാൻ പറ്റുക. മൂന്നാമത് അസുഖങ്ങൾ ഇല്ലാണ്ടിരിക്കുക, ഡിസ്ക്രിമിനേഷൻ വിവേചനം ഇല്ലാണ്ടിരിക്കുക, പൊളിറ്റിക്കൽ ഫ്രീഡത്തില് റെസ്ട്രിക്ഷൻ വരാണ്ടിരിക്കുക, പിന്നെ വയലന്റ് കോൺഫ്ലിക്റ്റില് വരാണ്ടിരിക്കുക. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യന് ഉപയോഗപ്പെടുന്ന വിധത്തിൽ, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ തലയിടാണ്ടിരിക്കുക, ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹ്യൂമൻ സെൻട്രിക് എന്ന് പറഞ്ഞത്. മനുഷ്യരാശിനെ ഊന്നുകൊടുത്തിട്ടുള്ള എലിമെന്റ്സ് എന്തൊക്കെ, അതാണിത്. ഓക്കെ. അപ്പോ ഈ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് മനുഷ്യൻ നന്നാവണം. നമുക്കൊരു പാട്ട് കൂടി ഉണ്ടല്ലോ, മനുഷ്യൻ നന്നായാൽ മതി എന്ന് മലയാളത്തിലെ പാട്ട് കൂടെ ഉണ്ട്. അപ്പോൾ അവൻ നന്നായാൽ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ രാജ്യം നന്നാവും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അത് ചെയിൻ റിയാക്ഷനിൽ പോകും. ഓക്കെ. ഇനി ഇതിന്റെ ഈ പ്രോഗ്രസിന്റെ ഒരു ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉണ്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, HDI. ഇതിൽ വരുന്നത് എന്താ, ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഡ്രമാറ്റിക് ആയിട്ട് എത്രത്തോളം പോളിസികൾ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള അവൻ താമസിക്കുന്ന കൺട്രി അല്ലെങ്കിൽ ആ രാജ്യം എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ആദ്യത്തെ സെക്ടർ ഹെൽത്ത് ആണ്, പിന്നത്തെ സെക്ടർ എഡ്യൂക്കേഷൻ ആണ്, പിന്നെയാണ് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വരിക. അപ്പോൾ ഇത് മൂന്നും പ്രൈമറി ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ കോർ ഇമ്പോർട്ടൻസ് ആണ് ഇതൊക്കെ. ഇതിൽ എത്രത്തോളം ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു രാജ്യം ഊന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഇൻഡെക്സ് ഉണ്ടാക്കുകയാണ് HDI പറയുന്നത്. ഇനി HDI കാറ്റഗറീസ് ചെയ്ത് പറയുമ്പോൾ ഏതൊക്കെ കാറ്റഗറീസ് ആണ്? ഈ 3 കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഒന്ന് വെരി ഹൈ കാറ്റഗറി, ഹൈ കാറ്റഗറി, മീഡിയം കാറ്റഗറി ആൻഡ് ലോ കാറ്റഗറി. അപ്പോൾ ഈ 4 കാറ്റഗറിയിലാണ് നമ്മൾ ഈ HDIനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നോർവേ, അയർലൻഡ്, ജർമ്മനി, ഇത് മൂന്നും ഒരു വെരി ഹൈ ലെവലിൽ പോകുന്നു. ടു ഹൈ, ഏത് വെരി ഹൈയും ഒരു നമ്മൾ മെഷറിംഗ് റോഡ് എന്ന് പറയാം, ഒരു സ്കെയില്. വെരി ഹൈയും ഹൈയിന്റെയും നടുവിലാണ് ഈ മേൽപ്പറഞ്ഞ രാജ്യങ്ങൾ ഉള്ളത്, നോർവേ, അയർലൻഡ്, ജർമ്മനി. പിന്നത്തെ വരുന്നത് മീഡിയം കാറ്റഗറിയിൽ വരുമ്പോൾ അവിടെ കെനിയ, കംബോഡിയ, മയൻമാർ, ഇത് മീഡിയം കാറ്റഗറിയിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള നോർവേയോ അല്ലെങ്കിൽ അയർലൻഡ് വരെ ഹൈ ലെവലില്ല. ഈവൻ എഡ്യൂക്കേഷന് നമുക്ക് അയർലൻഡ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ നിന്ന് കുട്ടികൾ പുറത്തു പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? കാരണം സിസ്റ്റം ഈസ് ഡിഫറെന്റ്, അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഈസ് ഡിഫറെന്റ്. അപ്പോൾ കുട്ടികൾ ഇവിടെ നിന്ന്, നമ്മൾ മീഡിയം ലെവലിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് പുറത്തു പോയി വലിയ ഹൈഫൈ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹൈ ലെവലുള്ള കോളേജസിൽ പഠിക്കണമെന്ന് കുട്ടികൾ താല്പര്യപ്പെടുന്നത്. പിന്നെ വരുന്നത് ഏറ്റവും ലോ ലെവലിൽ വരുന്നത് നിഗർ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, യമൻ, ലിബേരിയ. ഇതിലൊക്കെ വരുന്നത് വളരെ അവർക്ക് ബേസിക് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ളത് തന്നെ കുറവാണ്. അപ്പൊ പിന്നെ എങ്ങനെ HDI മേലെ പോവുക? അവരാണ് ഏറ്റവും ലോ കാറ്റഗറിയിൽ കാറ്റഗറൈസ് ചെയ്തതിൽ രാജ്യങ്ങള്. ഇനി സൗത്ത് ഏഷ്യയില്
ഈ സൗത്ത് ഏഷ്യയിൽ നമ്മൾ ഇവിടെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ വഴിയാണ് പോകുന്നത്. ഈ സൗത്ത് ഏഷ്യയിലുള്ള രാജ്യങ്ങൾ ഈ 3 കാറ്റഗറിയിലും വെരി ഹൈ ആൻഡ് മീഡിയം ലെവലും അതേമാതിരി ലോ ലെവലിൽ 3 കാറ്റഗറിയിലും സ്പ്രെഡായി കിടക്കുന്നുണ്ട് സൗത്ത് ഏഷ്യയിലെ രാജ്യങ്ങൾ. ശ്രീലങ്ക 72 പോയിന്റ്, മാൽദീവ്സ് 95 പോയിന്റ്. ഇതിൽ കിടക്കുന്നത് ഹൈ കാറ്റഗറി ലെവലിലാണ്. അതിന്റെ തൊട്ട് പിന്നാലെയായിട്ട് ഭൂട്ടാൻ ഉണ്ട് 129 പോയിന്റിലും, ഇന്ത്യ 131 പോയിന്റ്. അപ്പോ ഹൈ കാറ്റഗറിയിൽ. ഇനി ബംഗ്ലാദേശ് ആണെങ്കിലോ 133 പോയിന്റ്, നേപ്പാൾ 142 പോയിന്റ്, പാകിസ്ഥാൻ 154 പോയിന്റ്. അത് മിനിമം ലെവൽ. അപ്പോൾ ഹൈ അല്ല, മീഡിയം ലെവലില്. പിന്നെ ഏറ്റവും കുറവായിട്ട് വന്നിട്ടുള്ളത് അഫ്ഗാനിസ്ഥാന് 169, അതും വെരി ലോ കാറ്റഗറിയിലാണ് കിടക്കുന്നത്. ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒന്ന്, അവരുടെ ജോഗ്രഫിക്കൽ പ്രോബ്ലംസ്. രണ്ട്, അവർ മതപരമായ തിങ്കിങ്, വിചാരം, പ്രാക്ടീസിങ് ലോ. അപ്പൊ അതിൽ കൊണ്ടാണ് എഡ്യൂക്കേഷനൊക്കെ അഫ്ഗാനിസ്ഥാനിൽ വളരെ കുറവാണ്. കാരണം ഒരു ഭ്രമമാണ്, ഇത്രയും പഠിപ്പിക്കേണ്ട കുട്ടികളെ എന്നുള്ള ഒരു ഭ്രമം. അവരുടെ റിലീജിയസ് പോളിസീസ് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ കാറ്റഗറൈസ് ചെയ്തു വരുമ്പോൾ അവൾക്ക് ധനം ഉണ്ടാവില്ല. ധനം ഇല്ലാണ്ട് വരുമ്പോൾ ഹെൽത്ത് ഉണ്ടാവില്ല. ഹെൽത്ത് ഇല്ലാണ്ട് വരുമ്പോൾ ലൈഫ് മോർട്ടാലിറ്റി കുറഞ്ഞു പോകും. അങ്ങനെ ഇതൊക്കെ ചെയിനായിട്ട് റിയാക്ഷനിൽ വരും. അപ്പോൾ മനുഷ്യൻ നന്നാവാൻ എത്രത്തോളം ശ്രമിക്കുന്നു, ഏത് ഗവൺമെന്റ് ആണോ, ഏത് രാജ്യത്തിലെ ഗവൺമെന്റ് ആണോ അവരുടെ ജനതയെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പാടുപെടുന്നത് എന്നാണ് നമ്മൾ ഈ സൗത്ത് ഏഷ്യയിലെ കമ്പാരിറ്റീവ് സ്റ്റഡി വഴി നോക്കുന്നത്. അപ്പൊ ഇവിടെ ഡൈമെൻഷൻസ്, ഏത് വിധത്തിലാണ് ഡൈമെൻഷൻസ് പോകുന്നത്, എന്തൊക്കെ ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ മനുഷ്യരാശിക്ക് ആ പെർട്ടിക്കുലർ ഡെവലപ്മെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് വേണ്ടത്. ആരോഗ്യമായിട്ടുള്ള ജീവിതം വേണം, ലോങ് ലൈഫ് വേണം, ആരോഗ്യമായിട്ട് ജീവിക്കണം. ജീവിച്ചാൽ മാത്രം പോരാ, ആരോഗ്യത്തോടെ ജീവിക്കണം. സിക്കായിട്ട് ജീവിച്ച് ഉണ്ടാക്കുന്നത് മുഴുവനും ഹോസ്പിറ്റലിലേക്കും മെഡിക്കൽ അപ്രോച്ചിനും പോയി കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതം ഒരു സുഖമുണ്ടാവില്ല. ഹെൽത്തി ആയിട്ടുള്ള ജീവിതം വേണം. അതേസമയം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം, നോളേജ് ഗെയിൻ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം, അതേമാതിരി ഡീസന്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ഇതിലാണ് നമ്മൾ കൂടുതൽ ഊന്നു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാപ്പബിലിറ്റീസ് ഇതൊക്കെ ഉണ്ടോ, ഇത്രത്തോളം ആൾക്കാരുടെ വെൽബീയിങ്, അതായത് ഒരു രാജ്യം അവരുടെ രാജ്യത്തിലെ ജനതയ്ക്ക് അത്യാവശ്യമായതും ആവശ്യമായതും എല്ലാ കാര്യങ്ങളിലും എത്രത്തോളം അവരെ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഗവൺമെന്റിന്റെ എഫേർട്ട് വഴിയാണ് ആൾക്കാർക്കും അവിടുത്തെ മനുഷ്യരാശികൾക്കും ഇമ്പോർട്ടൻസ് വരിക. ഇനി ലോങ് ലൈഫില്, ലോങ് ആൻഡ് ഹെൽത്തി ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു അസുഖം ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ ലോങ് സ്പാൻ ഓഫ് ലൈഫ് നമ്മളുടെ ആൾക്കാർ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്മാർക്ക് പെട്ടെന്നുള്ള അസുഖങ്ങൾ, ചെറിയ കുട്ടികളായിരിക്കും പക്ഷെ അസുഖങ്ങൾ പിടിക്കുന്നുണ്ട്, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. എന്തുകൊണ്ടാണ് കാരണം? മേജറായിട്ട് പറയാൻ നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ്. ആഹാര സാധനങ്ങൾ കഴിക്കുന്നതും അതേമാതിരി എക്സസൈസ് ഇല്ലാണ്ടിരിക്കുന്നതും ആരോഗ്യത്തിന് വാല്യൂ കൊടുക്കാണ്ട് വായിക്ക് ടേസ്റ്റ് ആയത് മാത്രം കഴിച്ചു വരുമ്പോഴത്തേക്കും ഒബിസിറ്റി വരുന്നുണ്ട്, കുട്ടികൾക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. പിന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈഫ് സ്റ്റൈലിൽ അത് അഫക്റ്റ് ആവും. പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ നമ്മളൊക്കെ എത്രയോ ദൂരം നടന്നു പോകുന്നു. അപ്പൊ നടക്കുമ്പോ തന്നെ എല്ലാ ഓർഗൻസിനും വർക്ക് കിട്ടുകയാണ്, ആക്ടിവിറ്റി കിട്ടുകയാണ്. അപ്പൊ അങ്ങനത്തെ ഈ ലോങ് ലൈഫ് അല്ല, അതാ മുത്തശ്ശന്മാരൊക്കെ ഇപ്പോഴും വെളുപ്പിന് എണീറ്റിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് പറ്റില്ല. കാരണം ലൈഫ് സ്റ്റൈലിന്റെ മാനറിസം മാറിപ്പോയി. പിന്നെ നമ്മൾ എണീറ്റ ഉടനെ ടിവിയുടെ മുമ്പിൽ പോവുക, അല്ലെങ്കിൽ മൊബൈലിൽ പോവുക. ബോഡീന്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ബോഡീനെ ഹെൽത്തി ആയിട്ട് നോക്കണം എന്നുള്ള ആ തിങ്കിങ്ങേ ഇല്ലാണ്ടായിപ്പോയ ആൾക്കാർക്ക്. അതാണ് കാരണം. പിന്നെ നമ്മൾ അസുഖം വന്നു ഉടനെ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ലൈഫിന്റെ സ്പാൻ കുറയും.
80 വയസ്സ് വരെ ജീവിച്ചിരുന്ന എൻ്റെ അച്ഛൻ 89 വയസ്സ് വരെ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഉള്ളവര് നമ്മൾ 60 വയസ്സ് 70 വയസ്സാകുമ്പോഴത്തേക്കും മരണപ്പെട്ടു പോകുന്നു. കാരണം ഈ നല്ല ഫുഡ്, വളരെ കുറവുള്ള എക്സസൈസ്, വളരെ കുറവുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതൊക്കെയാണ് മെയിൻ കാരണം. അപ്പോൾ ലോങ് ലൈഫ്, ഹെൽത്തി ആയിരിക്കണം. ജനിക്കുന്ന കുട്ടി തന്നെ പെട്ടെന്ന് മരിച്ചു പോകുന്നുണ്ട്. മോർട്ടാലിറ്റി റേറ്റ് നോക്കണം, അമ്മയുടെയും അച്ഛൻ്റെയും മോർട്ടാലിറ്റി റേറ്റ് നോക്കണം. ഇതിനാണ് വളരെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ നോക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നോളേജ് ഗെയിൻ ചെയ്യുക, പഠിക്കുക, നോളേജ് ഗെയിൻ ചെയ്യുക. വെറുതെ ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ആ ജീവിത ദിനചര്യയിൽ എത്രത്തോളം നമ്മൾ സെൽഫായിട്ട് ജീവിക്കാൻ പറ്റും, സെൽഫായിട്ട് ആരുടെയും സഹായമില്ലാണ്ട് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും, റെസ്പെക്ട്ഫുള്ളി എങ്ങനെ ജീവിക്കാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ നോളേജ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്ത് ചെവരിൽ തൂക്കുകയല്ല, അല്ലെങ്കിൽ ഇതല്ല വേണ്ടത്. എഡ്യൂക്കേഷനിൽ തന്നെയും ഏതൊക്കെ ലെവലിൽ നിങ്ങൾ പഠിക്കാം എന്ന് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഡെവലപ്പ് ആക്കുന്നുണ്ടോ, എത്ര നിങ്ങളുടെ തിങ്കിങ് കപ്പാസിറ്റി, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ അത് അതിന് എത്രത്തോളം വലുതായിട്ട് വരുന്നു, എല്ലാത്തിനെയും നമ്മൾ അതിൻ്റെതായ തരത്തിൽ കാണാൻ സഹായിക്കണം. അപ്പൊ അങ്ങനെ വന്നാൽ മാത്രമേ ഈ നോളേജ് എന്ന് പറയുന്നത്, ആക്സസ് നോളേജ് എന്ന് വെച്ചാൽ ജ്ഞാനം കിട്ടുക എന്നുള്ളതാണ്. അതിന് അല്ലാണ്ട് വെറുതെ കാണാപ്പാടം പഠിച്ചു, പരീക്ഷയ്ക്ക് പോയി വോമിറ്റ് ചെയ്തു, എഴുതി വെച്ചു, ഒരു പേപ്പർ ഡിഗ്രി കൊണ്ട് വാല്യൂ കുറവാണ്. പേപ്പർ ഡിഗ്രി വേണം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഇഷ്ടത്തോടെ അത് പഠിക്കാനും പഠിച്ചതിനെ ജീവിതത്തിൽ പ്രാബല്യമാക്കാനും, അതേമാതിരി തന്നെ അതുകൊണ്ട് സൊസൈറ്റിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് കോൺട്രിബ്യൂഷൻ സൊസൈറ്റി കൊടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഒരു അനലൈസ് ചെയ്ത് വന്നാൽ മാത്രമേ ഈ നോളേജ് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാദിത്യം വരുള്ളൂ. പിന്നെ വയസ്സായവര്, പണ്ട് പഠിക്കാത്തവര് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, അഡൽട്ടിന് പ്രായമായവർക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതേമാതിരി പഠിക്കാത്ത മെയിൽ ആൻഡ് ഫീമെയിൽ, പ്രായമായ മെയിലും ഫീമെയിലും. അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കുക, ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കണം. നമ്മൾക്കൊന്നും നഷ്ടം വരാൻ പോകുന്നില്ല. പക്ഷെ അവർക്ക് 100 വയസ്സായ അമ്മ 10ാം ക്ലാസ് പാസ്സാകുന്നു പറയുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനത്തെ പോയിന്റ് ഓഫ് വ്യൂ വേണം നമ്മൾ നോളജ് ഗെയിൻ ചെയ്യാൻ. ഡീസന്റ് ലിവിങ് എന്ന് പറയുമ്പം സാപ്പാട്, കാറ് കയറുക, ഭക്ഷണം കഴിക്കുക, പാർട്ടിക്ക് പോവുക, ഇതല്ല അതിന്റെ ഡീസന്റ് ലിവിങ് എന്ന് വെച്ചാൽ. ഫുഡ്, ഷെൽട്ടർ ആവശ്യമുണ്ട്, ആവശ്യത്തിനുള്ള മെഡിസിൻസ്, ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷൻ, സെൽഫായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ക്ലീനിങ് എൻവയറമെന്റ്, ഡ്രിങ്കിങ് വാട്ടർ നന്നായിരിക്കണം, പബ്ലിക് ട്രാൻസ്പോർട്ട് നന്നായിരിക്കണം. ഒരു പ്രായമായാൽ 60 വയസ്സായി 50 വയസ്സാകുമ്പോഴത്തേക്കും തന്നെ ഓൾഡ് ഏജ് കെയറിൽ കൊണ്ടുപോയി ഇടുക. അതിലൊക്കെ അവരുടെ മാനസികമായിട്ടും അവർ തകർന്നു പോകും. അപ്പൊ അതൊരു ഡീസന്റ് ലൈഫ് അല്ല. നമുക്ക് തോന്നുമായിരിക്കും അവർക്ക് വളരെ സന്തോഷമായിരിക്കും, അല്ല, അവർക്ക് സന്തോഷം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ആ പ്രായത്തിലുള്ളവര് എപ്പോഴും കൂടെ നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ കൂടെ ഇരിക്കാനും അവരുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ, അവര് റെസ്പെക്ട്ഫുള്ളി നോക്കുകയാണെങ്കിൽ അവർ കുറച്ചു കാലം കൂടെ ദീർഘിച്ച് അവരുടെ ജീവിതചര്യ പോകും. അപ്പോൾ അതേമാതിരി തന്നെ എല്ലാ വിധത്തിലുള്ള നല്ല സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ കിട്ടണം, സാനിറ്റേഷൻ കിട്ടണം, നറിഷ്മെന്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടണം. കുട്ടികൾക്ക് അതേമാതിരി പെർസെൻറ്റേജ് എത്രത്തോളം സുഖമായിട്ട് ദരിദ്രമല്ലാണ്ട് ജീവിക്കാൻ പറ്റിയ, അതൊക്കെയാണ് നമ്മൾ ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുക. അല്ലാണ്ട് എന്താണ് നമ്മള് മെർസഡീസ് കാർ വേണമെന്നോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഡെയിലി പോകണമെന്നോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഡീസന്റ് ആയിട്ട്, ആരോഗ്യപരമായിട്ട് നമുക്ക് അസുഖങ്ങൾ വരാണ്ട് വേണ്ട വിധത്തിൽ നമ്മളുടെ ഹെൽത്തിനെയും ഫിസിക്കൽ ഫിറ്റ്നസും മെന്റൽ ഫിറ്റ്നസും വെച്ചുകൊണ്ട് ഒരു ഹാപ്പി എൻവയറമെന്റിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ലിവിങ്ങിനെയാണ് നമ്മൾ ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഇതിന്റെ ഈ പറഞ്ഞതിന്റെയൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് സൗത്ത് ഏഷ്യയില് ഉള്ള രാജ്യങ്ങളിൽ എന്തൊക്കെ വിധത്തിലാണ് ഇത് പരാമർശിച്ചിട്ടുള്ളത്. സൗത്ത് ഏഷ്യയിലെ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക, ഇതൊക്കെയാണ് സൗത്ത് ഏഷ്യയിൽ വരുന്നത്. ഈ രാജ്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഈ മേൽപ്പറഞ്ഞ ഡെവലപ്മെന്റിനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്?
അപ്പോ ഏറ്റവും ലോകത്തിലെ 24.8% വേൾഡ് പോപ്പുലേഷൻ ഉള്ള ഏരിയ ആണ് സൗത്ത് ഏഷ്യ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നതും. അപ്പോൾ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ ഉദ്ദേശം ഇവിടെ കൂടുതലായിരിക്കണം. അതിന്റെ എത്രയും ലോകത്തിന്റെ ഇത്ര യൂറോപ്യൻ കൺട്രികളിലെ ആൾക്കാർ കുറവാണ്. കാരണം അവിടുത്തെ നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുള്ള ലെസനുകളിൽ കൊണ്ട് ക്ലൈമാറ്റിക് ചേഞ്ചസ് കൊണ്ടും പോപ്പുലേഷൻ കുറവാണ്. ഇവിടുത്തെ ജോഗ്രഫിക്കലി നമ്മുടെ ഏഷ്യ, സൗത്ത് ഏഷ്യ ആണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള കൺട്രികളും. അപ്പൊ ഇവിടെ ആയിരിക്കും അതിന് കൂടുതലായിട്ട് ഊന്നു കൊടുത്തിട്ടുള്ളതും. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് വെച്ചാല് UN-ഉം UNDP-യും വേൾഡ് ബാങ്കും പറഞ്ഞിട്ടുള്ളത് ഇവിടെ സ്റ്റാൻഡേർഡിനെ കുറച്ച് ഇംപ്രൂവ്മെന്റ് ചെയ്യിക്കണം. ഇനി ഇത് ആദ്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോഴത്തേക്കും ലാൻഡ് ലോക്ക്ഡ് കൺട്രി എന്ന് പറയുന്നത് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സൗത്ത് ഏഷ്യ ഉണ്ട്, സെൻട്രൽ ഏഷ്യ ഉണ്ട്, മിഡിൽ ഈസ്റ്റ് ഉണ്ട്. അപ്പൊ ജോഗ്രഫിക്കലി ഇത് 3 കരകൾ കൊണ്ട് കലർന്നു കിടക്കുന്നു. അതുകൊണ്ടാണ് ലാൻഡ് ലോക്ക് എന്ന് പറയുക. അത് മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ വളരെ പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ദരിദ്രമായ കൺട്രിയിൽ ഒന്നാണ്. നമ്മൾ നേരത്തെ ടാരിഫ് നോക്കിയപ്പോൾ ലോ എന്നാണ് കാണിച്ചത്. അതിൽ പറഞ്ഞത് ഏറ്റവും കുറവായിട്ടുള്ള ലൈനിൽ കിടക്കുന്ന പോവർട്ടി ലൈനിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ. ഒന്നാമത്തെ കാര്യം അവിടുത്തെ മലകളും ജോഗ്രഫിക്കലി ഇത്തിരി റഫ് ആൻഡ് ടെറൈൻ ഇസ് റഫ്, അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ കൃഷി കുറവായിരിക്കും. എല്ലാവരും മനുഷ്യർ ജീവിക്കാൻ തന്നെ നേച്ചറോട് ഫൈറ്റ് ചെയ്തിട്ട് ജീവിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. 1970 അഫ്ഗാനിസ്ഥാന് ഭയങ്കരമായിട്ടുള്ള ഒരു സിവിൽ വാറും ഉണ്ടായി. ആ സിവിൽ വാർ വഴിയും പരസ്പരമുള്ള തല്ല് അല്ലെങ്കിൽ കൊല്ലലും കൊള്ളയും കൂടെയും അത് ആ വാറിന്റെ കാരണം അതിൽ നിന്ന് അവര് റിക്കവർ ആകാൻ ഇനിയും സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഇതാണ് ആ കൺട്രീന്റെ ലാൻഡ് ലോക്ക്ഡ് കൺട്രി. നോക്കൂ, ഒരു സൈഡിൽ ഇറാൻ. ഇപ്പൊ ഇങ്ങനെ കിടക്കുന്ന കൺട്രിയിൽ അവർക്ക് പ്രോഗ്രസ് കുറച്ച് കുറവായി പോയി എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി അടുത്തത് പറഞ്ഞത് ബംഗ്ലാദേശിലെ 8ാമത്തെ പോപ്പുലേഷൻ ഉള്ള കൺട്രി. ഇൻക്രീസിങ് പോപ്പുലേഷൻ ഉണ്ട് ബംഗ്ലാദേശില്. പക്ഷെ 1033 189 കൺട്രികളിൽ HDIന്റെ കണ്ടറില് ബംഗ്ലാദേശിന്റെ വാല്യൂ 1033. അതായത് 0.632% മീഡിയം ലെവലിലാണ് ഇവരുടെ ഡെവലപ്മെന്റ് ബംഗ്ലാദേശില്. അല്ലാണ്ട് വെരി ഹൈയോ അല്ല, വെരി ലോ അല്ല. 1990-ലും 2019-ലും അതിന്റെ HDI വാല്യൂ കുറച്ച് ഇൻക്രീസ് ആയി. 3.94 തൊട്ട് 0.632% ഇൻക്രീസ് ആയി. അപ്പോ ഇൻക്രീസ് ഇൻ ദ സെൻസ് കെയർ ചെയ്ത ഒരു 60.4% അവരുടെ ബംഗ്ലാദേശ് കുറച്ചൊരു വാല്യൂ കൂടിയിട്ടുണ്ടെന്ന് മീഡിയം ലെവലിൽ നിന്ന് പറയാം. ഇത് ബംഗ്ലാദേശിന്റെ ജോഗ്രഫിയാണ്. അപ്പോൾ ലൊക്കേഷൻ വൈസും ലാറ്റിറ്റ്യൂഡ് വൈസും ഇവര് ലാൻഡ് എത്രയുണ്ട്, കുറച്ചൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രോഗ്രസീവായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഭൂട്ടാനാണ്. ഭൂട്ടാനില് ഒരു നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചിന്റെ ഈസ്റ്റേൺ എൻഡിലാണ് ഭൂട്ടാന്റെ സ്ഥിതി. അപ്പോൾ ഐസൊലേഷൻ ഉണ്ട്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വേർപെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഭൂട്ടാൻ. കാരണം ഇതില് വളരെ ഹാപ്പി ആയിട്ടുള്ള കൺട്രി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അവിടെ പ്രാരബ്ധങ്ങൾ കുറവാണ്, ആൾക്കാരും കുറവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ, ഇതിന്റെ HDI വാല്യൂ വരുന്നത് 2019 0.654% അതിന് മീഡിയം ലെവലിലുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പൊസിഷനിലാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. 129 നിന്ന് 189 ഭൂട്ടാന്റെ പൊസിഷൻ 129. അപ്പോൾ ഒരു ലെവലിൽ നോക്കുമ്പോൾ വളരെ ദരിദ്രവുമല്ല വളരെ ഹൈയും അല്ല, മീഡിയം ലെവലിലാണ് ഇവരുടെ HDI കണ്ടിന്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് 2005-ലും 2019-ലും ഇതിന്റെ വാല്യൂ കുറച്ചുകൂടെ ഒന്ന് ഇൻക്രീസ് ആയി, ഒരു 25.8% ഇൻക്രീസ് ആയിട്ടുണ്ട്. ഭൂട്ടാന്റെയും പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. അപ്പോ ഇതിൽ ഇവിടെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു രാജ്യമാണ്
എന്ന് വേണമെങ്കിൽ പറയാനും പറ്റും. അത്ര വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലെങ്കിൽ കൂടെയും അതുകൊണ്ടാണ് ശതമാനം ചെറുതായിട്ട് കൂടി വരുന്നത്. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിൽ വളരെ എക്കോണമി വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. എന്താ GDP ലാർജസ്റ്റ് കൺട്രിയാണ്, 5ാമത്തെ പൊസിഷനിൽ നിൽക്കുകയാണ് GDP. 2.651 ട്രില്യൺ ഡോളേഴ്സിന്റെ ശതമാനത്തിലാണ് USD റേറ്റിൽ നിൽക്കുന്നത്. അപ്പോ നമ്മുടെ 2019 ശതമാനം 0.645 നിന്ന് കൺട്രി ആയിരുന്നു, മീഡിയം ലെവലായിരുന്നു. പക്ഷെ അതിങ്ങനെ പതുക്കെ കയറി വരുന്നുണ്ട്. ഇപ്പൊ ആ കാലഘട്ടത്തിൽ 189 കൺട്രികളിൽ വെച്ച് 131 ഇന്ത്യയുടെ സ്ഥാനം. ഇപ്പോൾ 1990ലും 2019 ഇന്ത്യയുടെ HDI പോയിന്റ് വന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 0.429 നിന്ന് 0.645, അതായത് 50.3% ഇൻക്രീസ് നമ്മളുടെ HDI ഒന്ന് കയറിയിട്ടുണ്ട്. കാരണം ഒരുപാട് ഗവൺമെന്റ് എഫേർട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ പതുക്കെ കയറി വരുന്നത്. ഇന്ത്യയുടെ നമ്മളുടെ ഗവൺമെന്റ്, പ്രസന്റ് ഗവൺമെന്റ് ആയാലും ശരി, പാസ്റ്റ് ഗവൺമെന്റ് ആയാലും ശരി, വി ആർ ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് മാൽദീവ്സ് എന്ന് പറയുമ്പോൾ ഒരു ഐലൻഡ് സമൂഹങ്ങളാണ്. ഇത് എവിടെയാ കിടക്കുന്നത്? അറേബ്യൻ സീ ഏരിയയിലാണ്. ഇന്ത്യൻ ഓഷ്യനും അറേബ്യൻ സീ ഏരിയയിലാണ് ഇതിന്റെ ലൊക്കേഷൻ കിടക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. സ്മോളസ്റ്റ് ഏഷ്യൻ കൺട്രിയാണ്. പോപ്പുലേഷൻ വൈസ് ആയാലും ശരി, ഏരിയ വൈസ് ആയാലും. കാരണം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഐലൻഡാണ്. ഒരു ഐലൻഡ് അല്ല, സമൂഹങ്ങളാണ്. അപ്പോൾ ഇവര് 1965 മാൽദീവ്സ് വലുതാകുമ്പോൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ കൊണ്ടുവരുമ്പോൾ ഇത് എത്രത്തോളം വന്നിരുന്നു? ഓക്കെ, ആദ്യകാലത്തിൽ പുവറസ്റ്റ് കൺട്രി ആയിരുന്നു കൂടിയും പതുക്കെ വാല്യൂ, അവരുടെ HDI വാല്യൂ 2019 0.74% നിന്ന് ഒരു ഹ്യൂമൻ ഹൈ ഡെവലപ്മെന്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. 189 കൺട്രികളിലും ടെറിട്ടറിയിലും വെച്ച് 95ാമത്തെ സ്ഥാനത്തേക്ക് മാൽദീവ്സ് കൊണ്ടുവന്നു. ഇനി 1995 മുതൽ 2019 വരെ അവരുടെ മാൽദീവ്സിന്റെ വാല്യൂ 0.5555 നിന്ന് 7.4% ഇൻക്രീസ് വരുമ്പോൾ 33.3% ഇൻക്രീസ് കൊണ്ടുവന്നുണ്ട്. ഇത് കാരണങ്ങൾ അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എല്ലാ ഏരിയയ്ക്കും അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി ഇവരുടെ ഇക്കണോമിക്കലി ഇവരുടെ ഇംപ്രൂവ്മെന്റ് എന്താന്ന് വെച്ചാല് ടൂറിസം വഴിയാണ് അവർക്ക് കുറച്ചുകൂടെ വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ സെന്റർ ആക്കി ഡെവലപ്പ് ചെയ്തെടുത്തപ്പോൾ അവർക്ക് അവരുടെ ധനപരമായ ഒരു ഇംപ്രൂവ്മെന്റ് വരും. ധനം വന്നാൽ അത് ബാക്കി എല്ലാ ഏരിയയിലേക്കും വന്നുകൊണ്ടിരുന്നോളും. അപ്പോൾ ആ ടൂറിസം വഴിയാണ് അവർ മേജർ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ്, ധനപരമായ ഇംപ്രൂവ്മെന്റിലേക്ക് എത്തിയത്. ഇനി അടുത്ത് വരുന്നത് നമ്മൾ നോക്കുന്നത് നേപ്പാളാണ്. ചെറിയ കൺട്രി നേപ്പാൾ. അഗെയിൻ ലാൻഡ് ലോക്ക്ഡ് ആണെങ്കിൽ കൂടെയും പോപ്പുലേഷൻ വന്ന് 29 മില്യൺ ആണ് ഇപ്പൊ. അപ്പോ പുവറസ്റ്റ് നേഷനില് 42ാമത്തെ പെർസെന്റേജ് പറയാം, ബിലോ ദ പോവർട്ടി ലൈൻ ആണെങ്കിൽ കൂടെയും. ഇവിടെ നേപ്പാളിന്റെ HDI വാല്യൂല് 2019 0.602 അവിടെ ആ സമയത്ത് അത് മീഡിയം ലെവലാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് മീഡിയം ലെവലാണ്. പൊസിഷൻ എവിടെ നോക്കുന്നു? 189 കൺട്രികളിൽ വെച്ച് 142ാമത്തെ പൊസിഷനിലാണ് നേപ്പാൾ നിൽക്കുന്നത്. 1990ലും 2019ലും ഇവരുടെയും വാല്യൂ, നേപ്പാളിന്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് 55.6% അവര് ഇൻക്രീസ് ആയി. ഇവിടെയും ടൂറിസത്തിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദി ടൂറിസ്റ്റ് വരുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ കറൻസി, അതിന്റെ വാല്യൂസ് വരും. ഇവിടെ ഞാനൊരു കമ്പോണന്റ് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ഓരോ കൺട്രിയും അവരുടെ വാല്യൂ എന്തായിരുന്നു,
റാങ്കിങ് ഏത് ലെവലിലാണ്, 169 ഏത് ലെവലിലാണ് കിടക്കുന്നത്, കുട്ടികൾ ജനിക്കുന്ന സമയത്തുള്ള ലൈഫ് എക്സ്പെക്ടൻസി എത്രത്തോളം ഉണ്ട്, ഇൻഫന്റ് മോർട്ടാലിറ്റി എത്രത്തോളം ഉണ്ട്, മദറിന്റെ മോർട്ടാലിറ്റീസ് എത്രത്തോളം ഉണ്ട്, അഡൽട്ട് ലിറ്ററസി. ഇത് മൂന്നുമാണ് നമ്മൾ കൂടുതലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നോക്കുന്നത്. ഇത് കമ്പയർ ചെയ്ത് വരുമ്പോൾ അതിൽ നിന്നാണ് നമ്മൾക്ക് ഈ പെർസെൻറ്റേജ് ഡാറ്റ കിട്ടുന്നത്. ഇനി റീജിയണൽ ഇംബാലൻസ് സൗത്ത് ഏഷ്യയിൽ ഇത്രത്തോളം ഒരു ബാലൻസ് ഇല്ലെങ്കിൽ കൂടിയും, ഇംബാലൻസ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഇല്ല എന്നല്ല, ഇത്രത്തോളം ഒരു ബാലൻസ് ഇല്ലെങ്കിൽ കൂടെയും 2 വർഷമായിട്ട് അല്ലെങ്കിൽ 20 വർഷമായിട്ട് 2 decades ആയിട്ട് നമ്മൾ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു 50 തൊട്ട് 70 വരെ 20 കൊല്ലത്തെയാണ് നോക്കിയത്. അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ സൗത്ത് ഏഷ്യ കടന്നു വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിന്റെ കൺട്രിയുടെ പൊസിഷനിൽ, പരമ്പരമായിട്ടുള്ള ലോകത്തിന്റെ പൊസിഷനിൽ ഇന്ത്യ സ്ലിപ്പിംഗ് ഡൗൺ, ചെറിയതായിട്ടൊന്ന് താഴെ പോയി. ഇന്ത്യയുടെ കാര്യത്തിൽ 1918 ഉണ്ടായിരുന്നത് ഇപ്പൊ 2 സ്പോട്സിൽ വന്നിട്ട് 19 ആയപ്പോഴത്തേക്ക് നമ്മള് ഒരു 131 പൊസിഷനിലാണ് നിൽക്കുന്നത്. കാലക്രമേണ ശ്രീലങ്കയും മാൽദീവ്സും ഇത് ഇപ്പോഴും 100 റേറ്റിംഗിൽ നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ കുറച്ചൊന്ന് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ബാലൻസ് ശരിയാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അഡൽട്ട് ലിറ്ററസി, പ്രായമായവരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ അച്ഛനമ്മമാരുടെയും മോർട്ടാലിറ്റി, കുഞ്ഞുങ്ങളുടെ മോർട്ടാലിറ്റി, ജനിക്കുന്ന സമയത്ത് സ്കിൽഡ് ലേബറേഴ്സിന്റെ എങ്ങനെയുണ്ട്, ശ്രീലങ്കയും മാൽദീവ്സും ഒരു വളരെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നെഗ്ലിജിബിൾ ആണ് അവരുടെ ബാക്കിയുള്ള കൺട്രിയെ വെച്ച് നോക്കുമ്പോൾ. ഇന്ത്യയോ 5ാമത്തെ ലാർജസ്റ്റ് എക്കോണമിയാണ് വേൾഡ് റാങ്കിങ്ങിലും. എന്നാലും പെർഫോമൻസ് വൈസ് പോരാ. ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഉണ്ടെങ്കിൽ കൂടിയും ഹെൽത്ത് കെയർ, കാരണം ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ്, അതുകൊണ്ടാണ് ഈ കെയർ അത്രത്തോളം വരാൻ സാധ്യത കുറവായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇനി ഈ പാരന്റും മെറ്റേണൽ ആസ് വെൽ ആസ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിലൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ പാകിസ്ഥാനിലാണ് ഹയസ്റ്റ് 55.7% 1000 ലൈവ് ബർത്തിന്. അതേസമയം അതിന്റെ തൊട്ട് പിന്നാലെ ഉണ്ട് അഫ്ഗാനിസ്ഥാൻ 46.5 പെർ 1000 ബർത്തിന് 46.5 ബർത്തിലാണ് അവരുടെ മോർട്ടാലിറ്റി റേറ്റ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ അഗെയിൻ ഹയസ്റ്റ് അഫ്ഗാനിസ്ഥാനാണ്. കാരണം ആ 638 10,000 ലക്ഷത്തിന് ബർത്തിന്. ബംഗ്ലാദേശോ 370 ഡെത്ത് പെർ 10,000. ഇപ്പൊ ഇങ്ങനെ ഈ ആരോഗ്യമില്ല, അമ്മമാർക്ക് ആരോഗ്യമില്ലാണ്ട് വരുമ്പോൾ ചൈൽഡ് ബർത്തിൽ ചിലപ്പോൾ മരിച്ചു പോകും. അപ്പോൾ ഈ കുട്ടികളുടെയും അമ്മയുടെയും ആരോഗ്യത്തിനെ സംരക്ഷിക്കേണ്ടത് ആ രാജ്യത്തിന്റെ കടമയാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ വേണം, ഹെൽത്തി ആയിട്ടുള്ള പാരന്റ് വേണം, ഹെൽത്തി ആയിട്ടുള്ള തിങ്കിങ് ഉള്ളവരായിരിക്കണം. ഇങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ ആ രാജ്യം മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതും ഇതൊക്കെയാണ്. അപ്പോൾ ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഒരു ഹയസ്റ്റ് മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടെങ്കിൽ കൂടെ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ അവരുടെയാണ് വരുന്നത്. ഇനി അഡൽട്ട് ലിറ്ററസി, പഠിപ്പിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് എത്രത്തോളം പോകുന്നു എന്നുള്ളതാണ്. അഡൽട്ട് ലിറ്ററസിയും പബ്ലിക് എഡ്യൂക്കേഷനും സ്പെൻഡിങ്, എത്രത്തോളം പണം ചെലവാക്കുന്നു ഗവൺമെന്റ് പഠിപ്പിനെ സംബന്ധിച്ച്, ഗവൺമെന്റ് എത്രത്തോളം ധനം ചെലവാക്കി പഠിപ്പിക്കുന്നു. മാൽദീവ്സില് ഹൈ റാങ്കിങ് അറ്റ് 97.73%. അതേസമയം അഫ്ഗാനിസ്ഥാനിലോ 43.02%. ഇത്രയും വലിയൊരു വ്യത്യാസമാണ് അവിടെ വരുന്നത്. മാൽദീവ്സിലെ 97 ആവുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ 43 അപ്പൊ വലിയ വ്യത്യാസം വരുന്നുണ്ട്. ഈ വലിയ വ്യത്യാസത്തിന്റെ കാരണം മെയിൽ ആൻഡ് ഫീമെയിൽ ലിറ്ററസിയാണ്. ആണുങ്ങൾ പഠിക്കണം, പെണ്ണുങ്ങൾ പഠിക്കണ്ട, അല്ലെങ്കിൽ പെണ്ണ് എന്തിനാ പഠിക്കണേ, സ്ത്രീകൾ എന്തിനാ പഠിക്കണേ എന്നുള്ള ഒരു തോന്നല്. മാൽദീവ്സ് ആണെങ്കിൽ ഒരു കൺട്രി സൗത്ത് ഏഷ്യയില് ഇവരെ ഈ
ഒരു കറ്റ കൺട്രി മാത്രമാണ് മെയിൽ എൻറോൾമെന്റ് സ്കൂളിൽ ആൺകുട്ടികളെക്കാട്ടിലും കൂടുതൽ പെൺകുട്ടികളുടെ എൻറോൾമെന്റ് ഉള്ളത് മാൽദീവ്സിലാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ റാങ്കിങ് ഹൈ ലെവലിലേക്ക് വരുന്നത്. ലിറ്ററസി റാങ്കിങ് ഹൈയിലേക്ക് വരാനുള്ള കാരണം അതാണ്. അപ്പോൾ കൂടുതലായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനും അവരെ ഗവൺമെന്റും ഫ്രീ ആയിട്ടുള്ള പഠിപ്പിക്കലും അതനുസരിച്ചിട്ട് കുട്ടികളുടെ ജീവിത ശൈലി മാറ്റി കൊടുത്താൽ മാത്രമേ ഇക്കണോമിക്കലായിട്ട് ധനപരമായിട്ട് കൺട്രി ഇമ്പ്രൂവ് ആവുള്ളൂ. ഇനി ഒരു സ്ത്രീയുടെ ലെവൽ എന്ന് പറയുമ്പോൾ ഓരോ ലോ എൻറോൾമെന്റ് ജെൻഡറിനെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കുട്ടികളെ, അല്ലെങ്കിൽ അവർക്ക് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ട, സ്ത്രീ പൈസ സമ്പാദിക്കേണ്ട, ഒരു ഇക്വാളിറ്റി വേണ്ട, അല്ലെങ്കിൽ പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ ഒന്നും സ്ത്രീകൾ വേണ്ട, ഇങ്ങനത്തെ ഒരു അഭിപ്രായം ഉള്ള കൺട്രികളാണെങ്കിൽ നമ്മുടെ നെയ്ബർഹുഡ് കൺട്രികളൊക്കെ, നമ്മുടെ നാട്ടിൽ സ്ത്രീക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്, നല്ല വിധത്തിൽ പുരോഗതി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു ഇഫ് യു എഡ്യൂക്കേറ്റ് എ മാൻ you educate an individual, but if you educate a female you are educating a family. അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു സ്ത്രീ എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ ഒരു ഫുൾ ഫാമിലിക്കാണ് എഡ്യൂക്കേഷൻ കിട്ടുന്നത്. അവരെ എല്ലാ വിധത്തിലും അത് പോയിക്കൊണ്ടിരിക്കും. ഇനി ഇൻഇക്വാളിറ്റി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഏതൊക്കെ വിധത്തിലാണ് പോകുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് എത്രത്തോളം പോവർട്ടി ഉണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം പാവങ്ങളാണ്. ഇതിന്റെ ഒരു ഇൻകം എന്താ കാരണം? അതിന്റെ ഇൻകം കുറവായത് കൊണ്ടാണ് അവിടെ ഇൻഇക്വാളിറ്റി വരുന്നത്. പിന്നെ നോക്കേണ്ടത് ഹെൽത്ത് ആണ്. ഹെൽത്തും എഡ്യൂക്കേഷനും. ഈ ഹെൽത്തും എഡ്യൂക്കേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ. അതേമാതിരി പിന്നെ നോക്കേണ്ടത് വുമൺ, ട്രൈബ്, മൈനോറിറ്റി. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് തിരിച്ചും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി റെക്കമെൻഡേഷൻ പോളിസികൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഡെവലപ്മെന്റ് റെക്കമെൻഡേഷൻ കൊടുക്കാം? കോപ്പറേഷൻ, സ്റ്റേറ്റ് ലെവൽ, സൊസൈറ്റി ലെവൽ ഡെവലപ്മെന്റ്, ഇതൊക്കെ കോപ്പറേഷൻ കൊടുത്ത് അവരെ മുൻനിർത്തി ഫിസിക്കലായിട്ടും സെക്ടറലായിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കുക. ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും, ക്വാണ്ടിറ്റി വൈസും ക്വാളിറ്റി വൈസും നല്ലൊരു ഡെവലപ്മെന്റ് കൊണ്ടുവരാം. പിന്നെ കൊണ്ടുവരേണ്ടത് ഐഡന്റിഫൈ എന്താണോ റൂട്ടായിട്ടുള്ള കാരണം, എന്താണോ ഏറ്റവും പ്രധാനമായ കാരണം, അതിനെ കറക്ഷൻ ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ചെയ്യണം. അപ്പോൾ ഇത് ലെവല് ഇൻസ്ട്രുമെന്റ്സ് എടുത്ത്, അല്ലെങ്കിൽ ഓരോ വിഭാഗങ്ങളും ഓരോ പാർട്ടികളും അവരുടേതായ ലെവൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ നോക്കുക. പിന്നെ നമ്മളുടെ പഴയ ദരിദ്രമായ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, അത് ഇന്ത്യയിൽ വളരെ കാര്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇനി ഇതിൽ ഇങ്ങനെ വരുമ്പോൾ ഈ കംപ്ലീഷൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് നോക്കുന്നത് എത്രത്തോളം ഡ്യൂറബിൾ ആയിട്ട് പോകാൻ പറ്റും, എത്രത്തോളം സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വളരെ ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. മൈഗ്രേഷൻ. ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് മാറുന്നു. എന്തുകൊണ്ടാണ് ആൾക്കാർ മാറുന്നത്? എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാണ്, ഗൾഫിലേക്ക് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത്, മൈഗ്രേഷൻ ചെയ്യുന്നു. കാരണം അവിടെ ബെറ്റർ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, ശമ്പളം കൂടുതൽ കിട്ടുന്നുണ്ട്. ആ ശമ്പളം തിരിച്ച് നാട്ടിലേക്ക് അയക്കുമ്പോൾ ആ ശമ്പളം കൊണ്ട് കുടുംബക്കാരും നാടിനും ഒരു ഇമ്പ്രൂവ്മെന്റ് വരും. അതാണ്. അതേമാതിരി തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു, ഇവിടെ മാനുവൽ ലേബറിന് ആൾക്കാരെ കിട്ടുന്നില്ല. അപ്പോ ഒറീസ, ഒഡീഷ, ബംഗാൾ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിൽ നല്ല ശമ്പളം ഈ ബാംഗ്ലൂരിലും കൊച്ചിയിലും കേരളത്തിലും വന്നു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. പെരുമ്പാവൂർ പോയാൽ കാണാം, ഫുൾ ഒരു പെരുമ്പാവൂർ മുഴുവനും ഈ നോർത്ത് ഈസ്റ്റേൺ ആൾക്കാരാണ്. അപ്പൊ അവരുടെ വീടുകളിൽ, ഇപ്പൊ എന്റെ വീട്ടിലത്തെ സെർവന്റ് തന്നെ മാസം 50,000 രൂപയാണ് അവളുടെ വീട്ടിലേക്ക് അയക്കുന്നത്. ഷീസ് ഫ്രം നേപ്പാൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് മൈഗ്രേഷൻ ചെയ്യും. ബെനിഫിറ്റ് എന്തിനാ? എക്കണോമിക്കൽ ബെനിഫിറ്റ് കിട്ടുമ്പോൾ അവരുടെ ആ എക്കണോമിക് ബെനിഫിറ്റ് കൊണ്ട് അവരുടെ സോഷ്യൽ ലൈഫും ഇമ്പ്രൂവ് ആവും, പൊളിറ്റിക്കൽ ലൈഫ് ഇമ്പ്രൂവ് ആവും, ലൈഫ് സ്റ്റൈല്, അതായത് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ആവും, കുട്ടികളുടെ പഠിത്തം. ഇതൊക്കെയാണ് മൈഗ്രേഷന്റെ ഏറ്റവും വലിയ പ്രൊമോഷൻ ആയിട്ട് പറയുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആൾക്കാർക്ക് മേലെ പോകാൻ പറ്റും.
അല്ലെങ്കിൽ അവരുടെ ജീവിതം ഒരു വിധത്തിൽ പച്ച പിടിച്ച് കുറച്ചുകൂടെ നന്നാവും എന്നുള്ളത്. അതുകൊണ്ടാണ് മൈഗ്രേഷൻ കൂടുതൽ നടക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഫിനോമിനൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്? മൈഗ്രേഷൻ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നതിനാണ് മൈഗ്രേഷൻ എന്ന് പറയുക. നമ്മൾ മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയില്ല. ചില കാലഘട്ടങ്ങളിൽ കൂട്ടമായിട്ട് യൂറോപ്പിൽ നിന്ന് ബേർഡ്സ് ഇവിടെ വന്നും താമസിക്കും, ഇവിടെ മുട്ടയിടും, കുഞ്ഞുങ്ങളായിട്ട് തിരിച്ചു പോകും. അപ്പോൾ അവര് ബ്രീഡിങ് സമയത്ത് മൈഗ്രേഷൻ. ഇവിടെ ഇന്ത്യൻ കണ്ടീഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ വേൾഡ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ മൈഗ്രേഷൻ ഒരു ഫിനോമിനൽ ഇൻസ്ട്രുമെന്റ് ആണ്. പ്രോഗ്രസ് അല്ലെങ്കിൽ ബെറ്റർ ലൈഫിന് കിട്ടാൻ പറ്റുന്ന, ഡൊമസ്റ്റിക് ആയിട്ട് ബെറ്റർ ലൈഫിന് കിട്ടാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈഗ്രേഷൻ. സ്ഥലം മാറി പോവുക, അതാണ് മൈഗ്രേഷൻ. അപ്പോ ഈ മൈഗ്രേഷനില് ലിമിറ്റഡ് കപ്പാസിറ്റിയിൽ കിട്ടുന്ന ബിൽഡിങ്ങില് നാഷണൽസും അവരുടെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റിനെ കൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് നന്നാക്കുക. അപ്പൊ സൗത്ത് ഏഷ്യയിൽ ഒരുപാട് ഇങ്ങനത്തെ മൈഗ്രേഷൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ററാ റീജിയൻ ആൻഡ് ഇന്റർ റീജിയൻ മൈഗ്രേഷൻ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഇന്റർ റീജിയൻ മൈഗ്രേഷൻ, നേപ്പാളിൽ നിന്നോ അല്ലെങ്കിൽ നേപ്പാളത്തെ കുട്ടി കൊച്ചിയിൽ വന്ന് വർക്ക് ചെയ്യുന്നു, എൻ്റെ സർവന്റ്. അതേസമയം ബംഗാളിലുള്ളവർ പെരുമ്പാറിൽ വന്ന് വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഈ വിധത്തിലുള്ള ഇൻട്രാ റീജിയനും ഇന്റർ റീജിയനിലും മൈഗ്രേഷൻസ് വരുന്നത് കൊണ്ട് അവർക്ക് എത്രത്തോളം ഇംപ്രൂവ്മെന്റ് അവരുടെ കുടുംബത്ത് കൊണ്ടുവരാൻ പറ്റും. അതേമാതിരി തന്നെ ഫീമെയിൽ മൈഗ്രേഷൻ, നമ്മുടെ കേരളത്തിൽ നിന്ന് ഫീമെയിൽ മൈഗ്രേഷൻ എടുത്തു പറയുകയാണെങ്കിൽ നേഴ്സസ് ലക്ഷക്കണക്കിന് നേഴ്സസ് അല്ലേ ഓൾ ഓവർ ദ വേൾഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ നഴ്സുമാർക്ക് ഡോക്ടേഴ്സിന് ഹൈ ഡിമാൻഡ് പുറത്തുള്ളത് കൊണ്ടും ആ ഫീമെയിൽ മൈഗ്രേഷൻ കൊണ്ടും അവരുടെ കുടുംബത്തിലേക്ക് അത് സഹായമാകുന്നു. ആ സഹായം അവരുടെ കുടുംബം മാത്രമല്ല, അവരുടെ സ്വന്തക്കാരും അവരുടെ താമസ സ്ഥലങ്ങളും എല്ലാം വരുന്നു. അപ്പോൾ അവിടെയും മൈഗ്രേഷൻ ഉണ്ട്. എഡ്യൂക്കേറ്റഡ് ലേഡീസ് ഓൾസോ മൈഗ്രേറ്റ്, നോട്ട് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് മൈഗ്രേഷനും പല വിധത്തുണ്ട്. അപ്പൊ ഈ ഷെയർ കോംപ്ലക്സ് റിലേഷൻ ആണ് ഇതില്. ഈ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് ഹൈ ആവുന്നത്. അതുകൊണ്ടാണ് ഈ മൈഗ്രേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തത്. അതേസമയം മൈഗ്രേഷന് നമ്മൾ ഫിനോമിനലായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും പൈസയുടെ ഒരു ബെനിഫിറ്റിനാണ്, മോണിറ്ററി കണ്ടീഷൻസ് ആണ്. ധനം വന്നാൽ എല്ലാ ജീവിത സൗകര്യങ്ങളും വരും എന്നുള്ളത് നമുക്ക് പരമസിദ്ധാന്തം അർത്ഥമത്തായ ഒരു വാക്കാണ്. ഇനി ഈ പ്രോസസ്സിൽ, ഡെവലപ്മെന്റ് പ്രോസസ്സിൽ കൂടെ ഇക്കോണമി ഇംപ്രൂവ് ആവുന്നു, മേജർ ഇൻഡിക്കേറ്റർ ആണ്. അതേമാതിരി ഈ മൈഗ്രേഷൻ പോയിട്ട് മൾട്ടി ഡയമെൻഷണൽ, സ്മിത്ത് ഡിഫൈൻ ചെയ്തത് മൾട്ടി ഡയമെൻഷണൽ പ്രോസസ് ആണ്. എവിടേക്കാണ് ചേഞ്ചസ് വരുന്നത്? സോഷ്യൽ സ്ട്രക്ചർ, പോപ്പുലർ ആറ്റിറ്റ്യൂഡ്സ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിലൊക്കെ എല്ലാത്തിലും കൂടെ ഇക്കണോമിക് ഗ്രോത്ത് വന്ന് ആ ഇന്നിക്വാളിറ്റി റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ദരിദ്രത്തിനെ മാറ്റാനും ഈ മൈഗ്രേഷനും അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് സാധിക്കുന്നു. അപ്പോ നമ്മൾ മൈഗ്രേഷന് നമ്മൾ ഒരു സൗത്ത് ഏഷ്യയില് റീജിയണൽ വൈസ് നോക്കുകയാണെങ്കിൽ എത്രത്തോളം മൈഗ്രേഷൻ വരുന്നുണ്ട്? ഹെൽത്തി എൻവയറമെന്റ് ആണെങ്കിൽ ഓക്കെ. അതേസമയം തന്നെ ഗവൺമെന്റ് എംപ്ലോയി മൈഗ്രേഷനും ഉണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവര് കേന്ദ്ര വിദ്യാലയം നേപ്പാളിൽ പോയി, അത് ഡെപ്യൂട്ടേഷൻ ആണ്. അങ്ങനെ മൈഗ്രേഷൻ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ യു ഗെറ്റ്, എന്താ പറയാ, നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. ഔട്ട് സ്റ്റേഷൻ ലെവൽ എന്നുള്ള ഒരു ബെനിഫിറ്റ് വരും. അതിൻ്റെയും മോണിറ്ററി വൈസ് ഉള്ള ഉദ്ദേശമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അപ്പൊ ഈ ഡെവലപ്മെന്റും മൈഗ്രേഷനും ഒരു പ്രോമിനന്റ് ഫീച്ചർ ആണ് സൗത്ത് ഏഷ്യൻ കൺട്രികളിൽ. ഇവിടെ നിന്ന് അവിടെ പോകുന്നു, അവിടെ നിന്ന് ഇവിടെ വരുന്നു, ഇവിടെ നിന്നുള്ളവര് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ പോകുന്നു, ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ വരുന്നു. ബട്ട് അവസാനമായിട്ട് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളും പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അഗ്രികൾച്ചറൽ വിധത്തിലായാലും ശരി, ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി ആയാലും ശരി. പക്ഷെ ഇതൊരു ഹെൽത്തി എൻവയറമെന്റ് ആണ്, നല്ല കാര്യം തന്നെയാണ്. ഇങ്ങനെ മൈഗ്രേഷൻ ചെയ്യുന്നതും ധനമുണ്ടാക്കുന്നതും നല്ല കാര്യം തന്നെയാണ്. ഇനി ഡയമെൻഷൻസ്, ഏതൊക്കെ ഡയമെൻഷൻസ് ആണ് മൈഗ്രേഷനിൽ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് കണ്ടാണ് മൈഗ്രേഷൻ ചെയ്ത് പോണമെന്ന്
തോന്നുന്നത്. കുട്ടികൾക്ക് ഇപ്പോൾ സ്റ്റുഡൻസിന് പറയും ഞങ്ങള് കാനഡയിൽ പോയി പഠിക്കാം, അല്ലെങ്കിൽ ഞങ്ങള് UK പോയി പഠിക്കാം. അവിടുത്തെ ഇതേ വർക്ക് തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. പഠിച്ചു എന്ന് ജോലി കഴിയുമ്പോൾ നിങ്ങളുടെ ആക്സെപ്റ്റഡ് ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ലിവിങ് കണ്ടീഷൻ സുഖമായിരിക്കും, നിങ്ങളുടെ ധനസ്ഥിതി സുഖമായിരിക്കും, നിങ്ങളുടെ സോഷ്യൽ ലൈഫ് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അത് എക്കണോമിക് ആണ് ഏറ്റവും വലിയ ഡയമെൻഷൻ, ട്രിഗർ അതാണ്. ഏറ്റവും വലുത് എക്കോണമിയാണ്. പിന്നെ വരുന്നത് എത്രത്തോളം അപ്ലിഫ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും. സൗത്ത് ഏഷ്യൻ കൺട്രികളിൽ എക്കോണമി വളരെ ക്വാളിഫൈഡ് അല്ല, അത്രയും അല്ല. അതുകൊണ്ട് നമ്മൾ പിന്നെയും ആ മൈഗ്രേഷനിൽ പോകുന്നു. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സുഖ സൗകര്യങ്ങൾ ജീവിതത്തിൽ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ രാജ്യങ്ങൾ, ഓരോ രാജ്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞു മാലിദ്വീപൊക്കെ ഇക്കോണമിയിലേക്ക് അവര് റിസോർട്ട് ഉണ്ടാക്കുന്നു, അവരുടെ നാച്ചുറൽ റിസോഴ്സസിനെ അവര് പുറത്തു നിന്നുള്ള ടൂറിസ്റ്റിന് അട്രാക്ഷൻ ഉണ്ടാക്കുന്നു, അങ്ങനെ ധനം വരുന്നു അവരുടെ കൺട്രിയിലേക്ക്. അപ്പോൾ അവരുടെ ദിനചര്യ അല്ലെങ്കിൽ അവരുടെ ലൈഫിന്റെ സ്റ്റൈൽ ഒന്ന് മാറും. അപ്പോൾ ഇവിടെ എക്കോണമി, മാൽദീവ്സിലത്തെ എക്കോണമി ഇങ്ങനെയാണ് പോകുന്നത്. മാക്രോ എക്കോണമിക് വിധത്തിൽ നോക്കുമ്പോൾ ഓരോ ലോ റേറ്റ് ഡൊമസ്റ്റിക് സേവിങ്സ് എത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, എത്രത്തോളം പുറത്തുനിന്ന് കടം വാങ്ങാണ്ടിരിക്കാൻ പറ്റും, എത്രത്തോളം നമ്മൾ ഇക്കോണമിക്കലി നമ്മുടെ സ്റ്റേറ്റിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും, അതിനെ പ്രാധാന്യം വെച്ചുകൊണ്ട് ശ്രീലങ്ക ഒരു അഡോപ്ഷൻ ചെയ്തു മേജർ സോഴ്സ് ഫോറിൻ കറൻസി വരുമ്പോഴത്തേക്കും ആ കറൻസി ഫ്ലക്ച്വേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് കൂടുതലായിട്ട് വരും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ രണ്ട് വിധത്തിലുള്ള ഏർണിങ്സ് അവർ നടത്തുന്നുണ്ട്. അതായത് ഡൈല്യൂട്ടിങ് ദ എക്സ്റ്റേണൽ കുറച്ച് കൊണ്ടുവരികയും നേഷൻസിന് എത്രത്തോളം കൂടുതൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. അതായത് ഫോറിൻ മണി നമ്മുടെ നാട്ടിലേക്ക് എത്ര വരാൻ പറ്റും. അത് കേരളത്തിന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പൊളിറ്റിക്കലി വേറെന്താണ് മൈഗ്രേഷന് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇവിടെ നാട്ടിൽ അത്രയും ഫ്രീഡം ഇല്ല. കുട്ടികൾ എന്തിനാ അമേരിക്കയ്ക്ക് പോകണം അല്ലെങ്കിൽ ലണ്ടനിൽ പോകുന്നത്? അവർക്ക് സുഖമായിട്ട് അവരുടെ അച്ഛനമ്മമാരുടെ ട്രഡീഷണൽ കണ്ടീഷൻസിന്റെ ജീവിക്കാണ്ട് അവിടെ ജീവിക്കാൻ പറ്റും. അതൊരു പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, അവരുടെ സോഷ്യൽ ആയിക്കോട്ടെ, അവരുടെ ഫ്രീഡം, അതും ഒരു കാരണമാണ് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകാനായിട്ട്. പിന്നൊന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ. ഇവിടെ എപ്പോ നോക്കിയാലും രാഷ്ട്രീയ തല്ലും അടിപിടിയാണ്. ഈ രാഷ്ട്രീയ കൊത്തും കൊലയും ഇല്ലാണ്ട് സമാധാനമായിട്ട് ജീവിക്കാം, ഹാപ്പി ആയിട്ട് ജീവിക്കാം, ജോലിക്ക് പോവുക, സ്വന്തമായിട്ട് ജീവിക്കുക, ഇത്രയേ ഉള്ളൂ. വാർ ഇല്ലാണ്ട് ജീവിക്കുക, കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ട് ജീവിക്കുകയും. അപ്പോൾ ഒരു സമാധാനത്തിനും ഒരു എന്താ പറയാ, നമ്മൾ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിക്കും കൂടെ നമ്മൾ മൈഗ്രേഷൻ ചെയ്ത് പോയി ജീവിക്കുക, എവിടെയെങ്കിലും പോയി ജീവിക്കാൻ തോന്നും. ഇനി സോഷ്യൽ ഡൈനാമിക്സും മൈഗ്രേഷനായിട്ട് എങ്ങനെയാണ് സംബന്ധിക്കുന്നത്? ലേഡീസിന് ഇവിടെ ജീവിക്കാൻ, നാട്ടിൽ ജീവിക്കുന്നതിനെക്കാട്ടി ധൈര്യമായിട്ട് പുറത്ത് ജീവിക്കാം. കാരണം അവർക്ക് കുറച്ചുകൂടെ ധൈര്യമുണ്ടാവും, അല്ലെങ്കിൽ ക്രൂഷ്യലായിട്ട് അവർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ, ഫാമിലിയിൽ പൈസ വന്നു കഴിഞ്ഞാൽ ആ ഫാമിലിക്ക് ഡിസിഷൻ എടുക്കാനുള്ള ധൈര്യം വരും. ലേഡീസിനും അതേമാതിരി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നഴ്സസ് നാട്ടിൽ പണിയെടുക്കില്ല, അവർ അമേരിക്കയിൽ പോയി പണിയെടുക്കും. അവരുടെ കൗണ്ടർ പാർട്ടായിട്ടുള്ള മെയില് ഇവിടെ ആയിരിക്കും, റബ്ബർ എസ്റ്റേറ്റോ അല്ലെങ്കിൽ അവരുടെ പഠിത്തം കുറവായാലും പണം അമേരിക്കയിൽ നിന്ന് നേഴ്സ് അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ നോക്കാനായിട്ട് അവരുടെ മെയിൽ കൗണ്ടർ പാർട്ട് ഇവിടെ നോക്കും. അപ്പോൾ ഈ മൈഗ്രേഷൻ ഡിഫറെന്റ് ടൈപ്പ് വാല്യൂസ് കൊണ്ടുവരുന്നുണ്ട്. സ്ഥലം മേടിക്കാനും അല്ലെങ്കിൽ വീട് വെക്കാനും ഇതൊക്കെ ബെനിഫിറ്റ് കിട്ടുന്ന വുമൺ, സ്ത്രീയുടെ മൈഗ്രേഷൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നു, ഫാമിലിനെ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരാം. ഇനി ഇന്റേണൽ മൈഗ്രേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് മൈഗ്രേഷൻ. ഈ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് മൈഗ്രേഷൻ വരുമ്പോഴാണ് നമ്മളുടെ ആൾക്കാർ, ഇവിടെ തമിഴന്മാരുണ്ടല്ലോ വാതുർത്തിയില് വർക്ക് ചെയ്യാനായിട്ട്, മലയാളീസ് കുഴിയിൽ ഇറങ്ങി നിന്ന് വെട്ടുന്നില്ല, പക്ഷെ തമിഴന്മാരും ബംഗാളീസും നല്ല വൃത്തിയായിട്ട് പണിയെടുക്കും, അവരുടെ പൈസ അവർ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. അപ്പൊ അത് ഇന്റേണൽ മൈഗ്രേഷൻ. ക്ലൈമറ്റ് ചേഞ്ച് മൈഗ്രേഷന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാ വെച്ചാൽ, ഒരു രാജ്യത്തിന്റെ ബെറ്റർമെന്റ് മൺസൂണാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുക. നമ്മളിവിടെ മൺസൂണിന്റെ കാര്യത്തിലെ കർഷകരുടെ
സൂയിസൈഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, ക്ലൈമാറ്റിക് ചേഞ്ച് വരുമ്പോൾ അവിടെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സൂയിസൈഡ് ആയിരിക്കും വരിക. അപ്പോൾ അതില്ലാണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാന്നുള്ള ആ ആറ്റിറ്റ്യൂഡിലും മൈഗ്രേഷൻ ചെയ്യും. ഇനി ചാലഞ്ചസ് എന്തൊക്കെയാ വരുന്നത്? ഈ മൈഗ്രേഷൻ ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള ചാലഞ്ചസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ചാലഞ്ചസ് പ്രോമിനന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ കൺട്രിയുടെയും എക്കോണമിക് കപ്പാസിറ്റി. ഒരു സ്റ്റുഡന്റ് ഇവിടെ നിന്ന് പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ, പുറത്ത് പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ 40 ലക്ഷം 50 ലക്ഷം ലോൺ എടുത്തായിരിക്കും പോവുക. പക്ഷെ പഠിച്ച് പാസ്സായി, ഇപ്പൊ നമ്മള് യുക്രൈനിലെ പ്രശ്നം കണ്ടു. അവിടെ അല്ലെങ്കിൽ ഈ കുട്ടികള് മെഡിസിന് പോയ കുട്ടികൾ, എത്ര കുട്ടികളാ തിരിച്ചു വന്നത് വാറ് കാരണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ വിചാരിക്കുന്ന ലെവലില് കാൽക്കുലേഷൻസ് പോയില്ലെങ്കിൽ നമ്മളുടെ എഫേർട്ട് മുഴുവനും വേസ്റ്റ് ആയി പോകും. പ്രൊഫഷണൽ ജോബ്സ്, ഇവിടെ കിട്ടാത്ത ജോബ് പുറത്ത് കിട്ടുന്നുള്ള ഒരു ഹോപ്പിലാണ് അവർ പോകുന്നത്. ആ പോകുന്ന ജോബ് കിട്ടിയില്ലെങ്കിൽ അവർ തിരിച്ചു വരാനും ബാക്കിയുള്ള വിധത്തിലുള്ള ജോബിൽ സൗകര്യപ്പെടാനും അല്ലെങ്കിൽ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴും അതും ഒരു ചാലഞ്ചാണ്. ലൈഫില് ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രാധാന്യമായിട്ട് എടുക്കേണ്ടത്. ഇനി നമ്മൾ ഈ മൈഗ്രേഷന്റെ ഫിനോമിന ഞാൻ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞു തന്നു. ഇതിന്റെ ഏതുകൊണ്ടാണ് ഓരോ മൈഗ്രേഷനും ഇംപ്രൂവ്മെന്റിലേക്ക് കൊണ്ടുവരുന്നത്? മൈഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ പാവപ്പെട്ടവരെ ചില ചൂഷണങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫ് കൺട്രികളിലേക്ക് ലേഡീസ് പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വിമൻ മൈഗ്രേഷൻ. ഈ വിമൻ മൈഗ്രേഷനിൽ അറിവില്ലാത്തവര്, പഠിപ്പില്ലാത്തവര്, നടുവിൽ നിൽക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഏജന്റുമാര് അവരെ മിസ്യൂസ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ച് അവർക്ക് ശരിയായിട്ടുള്ള ജോലി മേടിച്ചു കൊടുക്കാണ്ട് അങ്ങനെ വരുമ്പോൾ അതും ഒരു ചാലഞ്ചസ് ആണ്. കാരണം എത്രയോ ഖദ്ദാമ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കാണിക്കുന്നത് എന്താ വെച്ചാല് പഠിത്തമില്ലാത്ത ഒരു സ്ത്രീനെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെ ഡെവലപ്പ് ചെയ്യിക്കാൻ വേണ്ടി അവര് ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിൽ പോവുക. മിഡിൽ ഈസ്റ്റിൽ പോയി വർക്ക് ചെയ്തു, ശമ്പളം കിട്ടില്ല. 6 മാസം, എനിക്കറിയാവുന്ന പാർട്ടീസ് ഉണ്ട്, 6 മാസം ശമ്പളം കിട്ടും. 6 മാസം കൂടുമ്പോൾ 1 മാസം ശമ്പളം കൊടുക്കും. അപ്പൊ ഈ ശമ്പളത്തിന് വേണ്ടിയിട്ടാണല്ലോ അവർ അവിടെ പോകുന്നത്. അപ്പൊ ആ ചാലഞ്ചസ് ഒക്കെ നോക്കുമ്പോൾ മൈഗ്രേഷൻ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് എല്ലാ വിധത്തിലും ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസി വഴി പോവുക, അല്ലെങ്കിൽ ഒരു കാരണവശാലും ചൂഷണത്തിന് ഇരയാകാണ്ടിരിക്കുക. ഇതൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട്. ഈ ചാലഞ്ചസ് ഒക്കെ അഗ്രസീവ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു അഗ്രസീവായിട്ട് ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ച് ഉണ്ടെന്ന്. ഇവിടെ നിന്ന് പോയി എവിടെയെങ്കിലും നിങ്ങൾ പോയി താമസിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. വർക്ക് ചെയ്താൽ ശമ്പളം ശരിക്ക് കിട്ടണം. അതേമാതിരി നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആയിരിക്കണം. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഹെൽത്തിന്റെ സ്റ്റേറ്റസിലാണ് നിങ്ങൾ പോകുന്നത്. കാനഡയിൽ പോയി ഫ്രീസ് ആയിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ആഫ്രിക്കയിൽ പോയി കാട്ടാളന്മാരുമാരിയുള്ള ആൾക്കാര് റഫായിട്ടുള്ള ഹാൻഡിലിംഗ് സിറ്റുവേഷൻ വരുമ്പോൾ, അപ്പോൾ ഈ വിധത്തിൽ മൈഗ്രേഷൻ ചെയ്യുമ്പോൾ പല ചാലഞ്ചസ് ഉണ്ട്. എല്ലാ ഇതിനും ഒരു നല്ല വശവും ഒരു ചീത്ത വശവും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കണ്ടു വേണം, അത് വളരെ ശ്രദ്ധിച്ച് വേണം അതിനെപ്പറ്റിയുള്ള ഒരു അവസാന എഫേർട്ട് എടുക്കുന്നത്. നമ്മൾ ആ വിധത്തിലുള്ള ഒരു പോയിന്റ് വഴി എല്ലാ വിധത്തിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെക്ക് ചെയ്ത് വേണം പോവാൻ. കോൺട്രാക്ട് ചെക്ക് ചെയ്യണം, ലാംഗ്വേജ് ഇല്ലെങ്കിൽ ആ ലാംഗ്വേജിനെ ട്രാൻസ്ലേഷൻ ചെയ്ത് ചെക്ക് ചെയ്യണം. അപ്പോൾ മൈഗ്രേഷൻ ചെയ്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പെരുമ്പാവൂരിലുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓർഡറിൽ സ്കൂൾസ് പഠിക്കുന്നുണ്ട്, മലയാളം പഠിപ്പിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഏഷ്യൻ സ്റ്റുഡൻസിന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ലാംഗ്വേജ് ഇപ്പോൾ ഇവിടെയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ളവർ അസലായിട്ട് മലയാളം പറയും. കാരണം വർക്ക് ചെയ്യുന്ന പ്ലംബർ ആയിക്കോട്ടെ, കാർപ്പൻറ്റർ ആയിക്കോട്ടെ, ഈ ഇൻട്രാ മൈഗ്രേഷനില് വിത്തിൻ ദ സ്റ്റേറ്റ് എന്ന് വന്നു. ഇവിടെ നിന്നുകൊണ്ട് അവര് നാട്ടിലത്തേക്ക് വേണ്ട സഹായങ്ങളും ചെയ്യുന്നു, ഫാമിലിക്ക് വേണ്ട സഹായവും ചെയ്യുന്നു, സ്വന്തം ഇംപ്രൂവ്മെന്റ് നോക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ചിലുള്ള മൈഗ്രേഷൻ ആണ്. അത് ഓരോ രാജ്യത്തിന്റെയും പ്രൊവിഷന്, അവരുടെ നേഷന് ഒരു പതുക്കെ അവരുടെ
പോപ്പുലേഷന്റെയും അവരുടെ നേഷന്റെയും അവരുടെ ലോക്കൽ ആസ്പിറേഷൻസും നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യാം. അതേസമയം അവർക്ക് ഇക്കണോമിക്കലും ഒരു ബെറ്റർ ലൈഫ് കിട്ടാനുള്ള ഒരു ചാൻസസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ മൈഗ്രേഷനെ ഒരു ലാഡർ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മൂവിങ് അപ്പ് ദ ലാഡർ ഓഫ് ഡെവലപ്മെന്റിന്റെ അല്ലെങ്കിൽ പുരോഗതിയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ലാഡറാണ് മൈഗ്രേഷൻ എന്ന് പറയാം. നന്ദി, നമസ്കാരം.